ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പെരുന്നാൾ ഷോപ്പിങ്ങിനായിട്ട് സ്റ്റുഡിയോ പോയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. അപ്പോൾ ഞങ്ങൾ നേരെ ഇതിൻ്റെ ഷോപ്പിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ട് അത് യൂണിഫോം പോലെ പിങ്ക് കളറിൽ ബാക്കിൽ ഡിസൈൻ ഉണ്ട്. അതൊരു ഫ്ലവർ ഡ്രസ് ഡിസൈന്. പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചു. അത് വലിയ ആൾക്കാരുടെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ എനിക്കൊരു ബനിയൻ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൈറ്റ് കളറിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിക്ക് കറക്റ്റായിരിക്കുന്നു. പക്ഷെ അത് വലിയ ആൾക്കാരുടെ സെക്ഷനാണെന്ന് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്കത് വേണം പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. പക്ഷെ അത് എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. പിന്നെ ഉമ്മച്ചിക്ക് ഡ്രസ്സൊക്കെ നോക്കി പിന്നെയും ഞാൻ അത് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചു. പക്ഷേ പപ്പ പറഞ്ഞു ഞാൻ ഇട്ടിക്കുന്ന സെയിം അതുപോലത്തെ തന്നെയാണ് അതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഞങ്ങളത് എടുത്തില്ല. പിന്നെ ഞാനായി ക്യാമറകൾ, ഉമ്മച്ചി ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. പിന്നെ ഞാനും താനും കൂടി അവിടെ കിടന്ന് ചുറ്റി കളിക്കുക, ഡ്രസ്സ് നോക്കുക, പിന്നെ മിറർ കാണുമ്പോൾ ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. താനും ഓരോടെ പോയി ഒളിച്ചിരിക്കുക, ഞാൻ ക്യാമറയും കൊണ്ടുപോയി അവനെ കാണിക്കുക. ഇതന്നെ അവിടുത്തെ ഞങ്ങൾ അവിടെ പോയുള്ള പണി. അപ്പോൾ പിന്നെ ഉമ്മച്ചി ഡ്രസ്സ് നോക്കാൻ തുടങ്ങി, ഞാൻ ക്യാമറകളായിട്ട് പിന്നാലെ നടക്കുക. പിന്നെ അവിടെ കുറേ നല്ല കുർത്തീസ് ഉണ്ടായിരുന്നു. 399 കുർത്തീസ് ഉണ്ടായിരുന്നു, 299 കുർത്തീസ് ഉണ്ടായിരുന്നു. പിന്നെ 499 നല്ല നല്ല ഡിസൈനുള്ള ടോപ്സ് ഉണ്ടായിരുന്നു. വെള്ള കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ കുറേ കളേഴ്സിൻ്റെ ടോപ്സ് മാത്രമല്ല ലോങ് കുർത്തീസും ഫ്രോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉമ്മച്ചിക്ക് നോക്കാൻ പോയത് ടോപ്പായിരുന്നു. ഉമ്മച്ചിക്കൊരു ടോപ്പ് എടുത്തു, നല്ല രസമുള്ള ടോപ്പ് എടുത്തു. താഴെ അവിടെ ഒരു ബാഗ് ഞങ്ങൾ കയറിപ്പോയപ്പോൾ അവിടുത്തെ ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയത്. അപ്പോൾ താനും അതിനെ പിടിച്ചിട്ട് നടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സെയിം പരിപാടി തന്നെ. ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുക, അവൻ എവിടെയും പോയി ഒളിച്ചിരിക്കുക, ഞാൻ അവനെ പോയി കണ്ടുപിടിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം പോയത് ഞാനും താനും അറിഞ്ഞില്ല. പിന്നെ ഞാൻ ക്യാമറയിൽ പിടിച്ച് നടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും കാണിച്ചിട്ട് അങ്ങനെ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലോങ് കുർത്തീസൊക്കെ കുറേ ഉണ്ടായിരുന്നു. ടോപ്സും പിന്നെ പാൻറ്റും, അങ്ങനത്തെ ലേഡീസിൻ്റെ നല്ല നല്ല കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പാൻറ്റും ഷർട്ടും ആയിട്ടുള്ള സെറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു ഗ്രീൻ കളറിൽ. ഇപ്പോൾ കാണിച്ചു തന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ കളി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചിരിച്ചിട്ട് നിൽക്കുക. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾ എനിക്കും താനുക്കും ഡ്രസ്സ് നോക്കാൻ പോയി. എനിക്കും താനുക്കും അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടി. പിന്നെ അവിടെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഡോളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ കയ്യിലൊക്കെ പോയി താനുമായിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കളിക്കുക. പിന്നെ ഹാഫ് ടോപ്പ് പോലെ തന്നെ, പക്ഷേ ഷർട്ടാണത്. നല്ല ഡിസൈനും, ചിലത് ഷർട്ടൊന്നും ഡിസൈൻ ഇല്ല, പക്ഷേ ക്യൂട്ടായിരുന്നു കാണാൻ. എന്തൊക്കെയോ എഴുതിയിട്ടും കുത്തി വരച്ച പോലത്തെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 399 കുറേ പാൻറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ, ഒരു സെറ്റ്. പിന്നെ നല്ല നല്ല ഷൂകളും വാച്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിറർ കണ്ടപ്പോൾ ഞാൻ പോയി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ താനും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ബനിയനും പെലോസോ സെക്ഷനിൽ പോയപ്പോൾ അവിടെ നിന്ന് താനും കൂടി അടി കൂടി കളിക്കുകയായിരുന്നു. പിന്നെ ഹാഫ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഹാഫ് ടോപ്പും പാൻറ്റും ആയിട്ടുള്ളൊരു സെറ്റും ഉണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല കുറേ ഷൂവും ക്രോക്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വൈറ്റ് കളർത്തെ ഷൂ ആയിരുന്നു. അതുകൊണ്ട് ഒന്നും പേടിച്ചില്ല, കാരണം പെട്ടെന്ന് ഞങ്ങളൊക്കെ ചളിയാക്കും. അതുകൊണ്ട് അതൊന്നും പേടിച്ചില്ല. പിന്നെ ഓർണമെൻറ്റ്സും ഉണ്ടായിരുന്നു അവിടെ, വാച്ചുകളും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസിൽ ആയിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ നോക്കി, ജസ്റ്റ് ഒന്ന് മേടിച്ചില്ല. അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ കണ്ണാടികളും ഉണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും അതൊക്കെ ഉണ്ടായിരുന്നു. സ്പ്രേകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അത് ട്രൈ ചെയ്യാനുള്ള സ്പ്രേയും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കുകളും ക്യൂട്ടസും ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ ലിപ്സ്റ്റിക്കുകളും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും സ്റ്റുഡിയോ പോയാൽ. പിന്നെ ഫേസ് മാസ്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും മേടിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെ പോലെ വന്നു.
അവിടുത്തെ കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ട് മിററിൽ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താനും അതിൻ്റെ ഇടയിൽ കൂടെ മിററിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു. ഈ ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കളറ് ബ്ലാക്കും ഞാൻ ഇട്ടിരിക്കുന്ന കളറ് വൈറ്റും ആയിരുന്നു. അപ്പോൾ ബ്ലാക്കും വൈറ്റും ഒരു കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ വലിയൊരു ബാഗ്, എൻ്റെ മുട്ടുംകാല് വരെ ഉണ്ട് ആ ബാഗ്, ബ്ലൂ കളറിൽ. അതും കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷൂകളും ക്രോക്സും നോക്കാനായിട്ട് പോയി. ആ ക്രോക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വൈറ്റ് കളറിലെ ആയിരുന്നു. പക്ഷെ അതെനിക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ അവിടെ വെച്ചു. പിന്നെ ടോപ്സ് നോക്കുമായിരുന്നു ഞാനും ഉമ്മച്ചിയും താനും ഒക്കെ കൂടിയിട്ട്. ഞാൻ ഓരോന്നെടുത്ത് ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കുക, താനും അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ വാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, കുറേ നല്ല വാച്ച് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ കയ്യിൽ ബണ്ണൊക്കെ ഇടില്ലേ, അതുപോലെ ഒരു വാച്ച്. പിന്നെ ഞങ്ങൾ പാൻറ്റ് നോക്കാനായിട്ട് പാൻറ്റിൽ പോയി. അവിടെ പാൻറ്റും ബനിയനുമായിട്ടുള്ള സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പാൻറ്റ് സെപ്പറേറ്റ്, ബനിയൻ സെപ്പറേറ്റ്. പിന്നെ ഷർട്ടും ഉള്ളിൽ ബനിയനുമായിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മേലെ പോയി എനിക്കും താനുക്കും ഡ്രസ്സ് നോക്കാൻ. പിന്നെ അവിടെ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ നോക്കി. എനിക്കും താനുക്കും അവിടെ നിന്ന് ഡ്രസ്സ് നോക്കി. ഇതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. 9 months to 5 years കുട്ടികൾക്കുള്ളത് ആണ് അവിടെ ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതൊക്കെ എത്ര വയസ്സുള്ള കുട്ടികൾക്കാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫസ്റ്റത്തെ ഡ്രസ് ഡിസൈന് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വലിയ ആണുങ്ങൾക്കുള്ളത് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ബാഗി പാൻസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്ക് നോക്കാനായിട്ട് ഗേൾസ് സെക്ഷനിൽ പോയി. അവിടെ ഒരു മിറർ കണ്ടു. അപ്പോൾ ഞാൻ ഷോ ഇറക്കിയിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് പോയി. അവിടെ പോണതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനത്തെ ഷൂകളും സ്പ്രേസും മേലെയും ഉണ്ടായിരുന്നു ഗൈസ്. നല്ല സ്പ്രേസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കയ്യിലടിച്ചിട്ട് സ്മെല്ല് നോക്കി, അത്രേ ചെയ്തുള്ളൂ. പക്ഷെ ഓരോരുത്തരും അവിടെ നിന്ന് അടിച്ചിട്ടാണ് പോണത്, എന്തല്ലേ. പിന്നെ മാസ്ക് ഞാൻ പറഞ്ഞു, കോഫീൻ്റെ ഒരു ഫേസ് മാസ്ക് ആയിരുന്നു അത്. സ്പ്രേസ് മാത്രമൊന്നല്ല എല്ലാവരും വന്ന് ട്രൈ ചെയ്യണത്, ലിപ്സ്റ്റിക്കൊക്കെ ആൾക്കാർ ഇട്ടിട്ട് പുറത്തിറങ്ങി പോടും. പിന്നെ ക്യൂട്ടസും ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതും ആൾക്കാർ മുതലാക്കരുത് ഇതിൽ വന്നിട്ട്. പിന്നെ നമ്മൾ താഴെ കണ്ട പോലത്തെ ചെറിയ മിനി ബാഗ്, അത് ഭയങ്കര മിനി ആയിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. താനും ഇപ്പോഴും ആ ബാഗ് പിടിച്ച് നടക്കുക തന്നെ, ചുറ്റിക്കറങ്ങുക തന്നെ. പിന്നെ പപ്പയും അമ്മച്ചിയും കൂടി എനിക്ക് താനുമൊക്കെ കൂടി ഡ്രസ്സ് നോക്കുമായിരുന്നു. ഈ പാൻറ് വെള്ളയും ബ്ലാക്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. എനിക്ക് തോന്നുന്നു ബാക്കിൽ അതിൻ്റെ ഡാർക്ക് ബ്ലാക്ക് കളറാണെന്ന് തോന്നുന്നു. പിന്നെ ബ്ലാക്ക് ആയിരുന്നു അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്, ബ്ലാക്കും വൈറ്റും. അത് കുറേ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എക്സ്ട്രാ കളേഴ്സൊക്കെ, പിന്നെ ഗ്രീനും വൈറ്റും, പിന്നെ കുറേ എക്സ്ട്രാ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മിക്സ്ഡ് ചെക്കായിട്ട് അതിൽ പൂവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെയും കുറച്ച് ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂണിഫോം പോലത്തെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കറക്റ്റ് യൂണിഫോം നമുക്ക് ഇട്ടിട്ട് പോവാം, കറക്റ്റ് അതായിരുന്നു. പിന്നെ ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ്. ഇതിൽ എനിക്കും ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയൊരു നല്ല ക്യൂട്ടായിട്ട്, എനിക്ക് അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഫ്രോക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ചെറിയ കുട്ടികൾക്ക് മാത്രം, അങ്ങനത്തെ സൈസായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നിറയെ പാൻസ് ഉണ്ടായിരുന്നു. ഇതിനാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് യൂണിഫോം പോലെ ഉണ്ടെന്ന്. പിന്നെ കുറേ വൈറ്റിൽ വരകളായിട്ടുള്ള ഷർട്ടുകൾ, ബ്ലാക്ക് ബനിയൻ അതും, പിന്നെ ഷർട്ടുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ട്രയൽ റൂമിൽ പോയിട്ട് ക്യാമറ മിററിൽ നോക്കി കളിക്കും. താൻ അവിടെ പാൻറ്റിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക, ഞാൻ കാണിക്കുമ്പോൾ അവൻ ഓടും. അങ്ങനെ ഞങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ കുത്തി വരച്ച പോലെ ഇരിക്കുന്നത്, അതായത് അവരൊരു വരച്ച പോലെയാണ് അതിരിക്കുന്നത്, പക്ഷെ അത് പ്രിൻ്റ് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ താഴെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള ബനിയനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.